ലാസ്റ്റ് ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, ഓക്കെ. നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ആയിരുന്നു അല്ലെ? ഓക്കെ. ബൈനറി ടു ഒക്ടൽ. ആ, ബൈനറി ടു ഒക്ടൽ. Then ഇവിടെ നോക്കിക്കേ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ എങ്ങനെയാ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹെക്സാഡെസിമൽ ടു ബൈനറി കണ്ടു അല്ലെ? ഓൾറെഡി നമ്മളത് ചെയ്തതാണ്. ഇനി തിരിച്ച്, അതായത് ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ ഹെക്സാഡെസിമൽ ടു ബൈനറി ആകും. ആ ബൈനറിനെ നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആയോ? ഹെക്സാഡെസിമലിനെ ഹെക്സാഡെസിമൽ ടു ബൈനറി ആക്കും ഫസ്റ്റ് സ്റ്റെപ്പില്. സെക്കൻഡ് സ്റ്റെപ്പില് ബൈനറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. ഡിവൈഡ് ചെയ്തിട്ട് 3 ബിറ്റ് ആക്കാം. അതെ, ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 2AC5 ക്വസ്റ്റ്യൻ കാണാലോ അല്ലെ? കാണാം. D16 gives octal ആണേ, അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് 8 എന്ന് കൊടുത്താ. ഇതിനെ ഫസ്റ്റ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാവോ ഒന്ന്? ഇതിലപ്പോ 7 അവിടെ ചുമ്മാ 10 എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയോ? ഹലോ ദിയ, ഇതില് 2ഉം എയും സിയും 5ഉം പിന്നെ പോയിന്റ് ഡി അല്ലേ? അപ്പൊ ഇതിന്റെ ബൈനറി വാല്യൂ എടുക്കുക. അല്ല, അപ്പൊ ഈ എ കൊടുത്തിട്ടില്ലേ, എയുടെ അവിടെ ഇത് ഡിവൈഡ് അല്ലേ ചെയ്യണ്ടേ? അല്ലേ? ഈ ഹെക്സാഡെസിമലിനെ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റണം. അപ്പൊ ബിറ്റ് ചുമ്മാ എഴുതിയാ മതിയല്ലേ? മതി, 4 ബിറ്റ് എഴുതണം. അത് നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞില്ലേ, 0 തൊട്ട് 9 വരെയും പിന്നെ എ തൊട്ട് എഫ് വരെയും ഉള്ളതിന്റെ വാല്യൂ ഇല്ലേ ബൈനറി? അപ്പൊ 2ന്റെ ബൈനറി, എയുടെ ബൈനറി, സിന്റെ 5ന്റെ ബൈനറി, ഡിയുടെ ബൈനറി, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ്. 4 ബിറ്റ് അല്ലേ അതെന്റെ? അതെ അതെ അതെ. 0 0 1 0 1 0 1 0 1 0 1 1 0 0 0 1 0 1. Point 1 1 0 1. Point 1 1 0 1 0 0. പോയിന്റ് ഡി അല്ലേ? അപ്പൊ 1 1 0 1 അല്ലേ? 1 1 0 1. ഇത്രയും മതി. ക്ലിയർ ആയില്ലേ? ക്ലിയർ. ഇനി ഇതിന്റെ ഒക്ടൽ എടുത്തേ. ഒക്ടൽ വാല്യൂ എടുത്തേ. 3 ബിറ്റ് ആക്കണല്ലേ? അതെ, 3 ബിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു മിനിറ്റ്, 3 ബിറ്റ് ആക്കുമ്പോ നമുക്ക് ലാസ്റ്റ് എന്ന് എടുക്കണേ. പോയിന്റിന്റെ അപ്പുറത്തു നിന്നാണോ? പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പൊ അവിടെ നമുക്ക് 1 1 0 1 അല്ലേ ഉള്ളൂ.
അപ്പൊ അതിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 110യും പിന്നെ ഒരു 1 ബാലൻസ് ചെയ്ത് കിടക്കുമല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ 2 0 അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? 25305.7664. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. E1 dot 399 ഈ സെയിം കേസ് തന്നെ കേട്ടോ. 16 gives bracket 8. ചെയ്തോ? 341.6 3 1. നെഗറ്റീവ് നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ നമ്മള് കണ്ട എല്ലാ നമ്പേഴ്സിന്റെയും ബൈനറി നമ്പേഴ്സിന്റെ കേസിലെല്ലാം പോസിറ്റീവ് ആയിരുന്നു അല്ലെ. അതിൽ തന്നെ നമ്മൾ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ബൈനറി നമ്പേഴ്സ് ആണ് മെയിൻലി നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് ഇപ്പൊ കൺസിഡർ ദ സൈൻഡ് നമ്പർ 12 stored in an 8-bit register. ഓക്കെ എന്ന് പറയുമോ? അപ്പൊ നമുക്ക് ഈ 12 stored in an 8-bit register എന്ന് പറഞ്ഞാൽ 8-bit രജിസ്റ്ററിൽ 12 സ്റ്റോർ ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ സൈൻ ചെയ്തിരിക്കണം. ബിക്കോസ് ആ 12 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഈ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തായിട്ടാണ്? പോസിറ്റീവ് ചെയ്തിട്ട്. ഈ 0 കണ്ടോ? 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പറുകളാണ്. ക്ലിയർ? There is only one way to represent plus 12. There are 3 different ways to represent minus 12. അതായത് നമ്മൾ ഈ പ്ലസ് 12നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരൊറ്റ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 3 ഡിഫറെന്റ് വേസ് യൂസ് ചെയ്തിട്ടാണ് -12നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറയും. ഏതാണ്? സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം. അതായത് ഈ ഒരു കേസിൽ നെഗറ്റീവ് നമ്പർ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്. നെഗറ്റീവ് നമ്പർ കൺസിസ്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് അത് നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് നമ്പർ എന്തിനെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡിനെ കൺസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈനെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ -12 എന്ന് പറയുന്നത് ശരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത് +12ൽ നിന്നാണ് അല്ലെ, നമുക്കറിയാം. അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് സൈൻ ആണ്, ഓപ്പോസിറ്റ് സൈൻ അല്ലേ വരുന്നത്.
ആ അപ്പൊ നമ്മൾ ഈ +12ന്റെ വാല്യൂ എന്ന് പറയുന്നത് 00001100 ആ. ഉം. അപ്പൊ മൈനസ് പറയുമ്പോ 1 ഇടണല്ലേ സീറോയ്ക്ക് അതെ, പകരം. അതായത് ആദ്യത്തെ 0 ഈ ഇതുണ്ടല്ലോ, ആ അതിന് അതിന് പകരം പകരമാണ് യെസ് 1 ഇടും, കോംപ്ലിമെന്റ് എടുക്കുന്നു അതിന്റെ. ആ 1 ആണ് ശരിക്കും അതിനെ നെഗറ്റീവ് സൈൻ ബിറ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത് 1 എന്ന് പറയുന്നത്. ആ ഓക്കെ. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറയും. ഇത് കുറച്ചുകൂടി ഈസിയാണ്. അതായത് 0ക്ക് പകരം 1 എടുക്കും, 1ന് പകരം 0 എടുക്കും. ആ ഓക്കെ. അതായത് ഇപ്പൊ +12 ആണ്, നമ്മൾ 00001100 എന്ന് എഴുതുകയാണെന്ന് വിചാരിക്കാം. നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ വൺസ് എടുക്കും. വൺസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് എടുക്കും. 11110011. ക്ലിയർ ആയല്ലോ? ടൂസ് കോംപ്ലിമെന്റ് ഫോം ഉണ്ട്. തേർഡ് ഫോം എന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെന്റ് ഫോം ആണ്. ഇതിൽ ടൂസ് കോംപ്ലിമെന്റ് ഫോമിൽ പോസിറ്റീവ് നമ്പറിനകത്ത് നമ്മൾ സെയിം ബിറ്റ് ഓഫ് ഡേറ്റ എടുക്കുന്നത്. അതായത് +12 എന്ന് പറയുന്നത് 00001100. വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കും. അതിന്റെ കോംപ്ലിമെന്റ് ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ 1 പ്ലസ് ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ക്ലിയർ ചെയ്തോ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എക്സ്പ്രസ് ദ ഡെസിമൽ നമ്പർ -39 as an 8-bit number. The sign magnitude is complement under two's complement forms. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതാ? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡും ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡും യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് മെത്തേഡ് ഒന്ന് ചെയ്തോ. 8-bit നമ്പർ സിസ്റ്റത്തിന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ +39 എടുക്കുക, അതിന് നമ്മൾ 2 കൊണ്ട് ബൈനറിയിലേക്ക് മാറ്റുക. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ സൈൻ ബിറ്റ് എന്നല്ലേ ആ 0 നമ്മൾ പറയുന്നത്, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. അതായിരിക്കും -39 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനാ -39ന്റെ ഇത് ചെയ്യണേ? എന്ത് ചെയ്യുന്നേ? അല്ല, +39 എന്തിനാ എഴുതണേ അപ്പൊ ബൈനറി ആയിട്ട്? അല്ല, +39 എടുത്താലല്ലേ -39 എടുക്കാൻ പറ്റുള്ളൂ. +39ന്റെ ബൈനറി അറിയാവോ നമുക്ക്? അപ്പൊ ചുമ്മാ പോസിറ്റീവ് എടുത്തിട്ട് അതിനകത്ത് ഫസ്റ്റ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരുന്നില്ലേ? അതായത് ഇപ്പൊ 39 എന്ന് പറയുന്നത് ഒരു കോമൺ ഇന്റിജർ നമ്പർ അല്ലേ? അതിന്റെ ബൈനറി നമ്മൾ ഫസ്റ്റിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ വൺസ് കോംപ്ലിമെന്റ്, അതായത് ഫസ്റ്റ് 0 ബിറ്റ് മാറ്റി അല്ല 0 മാറ്റി അവിടെ 1 ആക്കുക. അതാണ് -39 എന്ന് പറയുന്നത്. മിസ്, അതെ, ഇപ്പൊ ബൈനറി കണ്ടുപിടിക്കാനായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ അതോ ആ 4 ബിറ്റ് എഴുതണോന്ന് എങ്ങനെ അറിയാ? അയ്യോ, ബൈനറി ഇപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ. നമ്മൾ ഈ ഹെക്സാഡെസിമൽ യൂസ് ചെയ്യുന്ന ഹെക്സാഡെസിമൽ ഇല്ലേ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡെസിമൽ നമ്പറാ. അതിനെ 8-bit കൺവേർഷനിൽ എഴുതാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ബൈനറി എന്ന് പറയുന്നതൊക്കെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യലല്ലേ? ഡിവൈഡ് ചെയ്ത് എഴുതണം. അതായത് നമ്മൾ സാധാരണ ഈ കോംപ്ലിമെന്റ് റിമൈൻഡർ എടുത്തിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇല്ലേ, അത് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോഴും ഡൗട്ടാ. ഹെക്സാഡെസിമലിൽ ചിലതിലൊക്കെ 4 ബിറ്റ് എഴുതും, ചിലതിലൊക്കെ അത് ഡിവൈഡ് ചെയ്യാം. അത് ഇപ്പൊ 4 ബിറ്റ് എടുക്കുന്ന കേസ് ആണെങ്കിൽ നമുക്ക് എടുത്ത് പറയുന്നുണ്ടാവും 4 ബിറ്റ് എടുക്കാൻ. പിന്നെ ഹെക്സാഡെസിമൽ ആണോ എന്ന് അവിടെ ഒന്ന് നോക്കിയാൽ മതി ക്വസ്റ്റ്യനിൽ. മനസ്സിലായോ? മനസ്സിലായി. ഇതൊന്ന് ചെയ്യാമോ?
ഇതില് വൺസും ടൂസ് കോംപ്ലിമെന്റും മാത്രം കണ്ടുപിടിക്കില്ലല്ലേ? വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും കണ്ടുപിടിക്കും. വൺസ് 110110000. ഉം. ടൂസ് 11011001. 11011001 അല്ലെ? ഉം. നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കെ obtain the ones and twos complement for the following binary number. ഇവിടെ നമുക്ക് ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, നേരെ കോംപ്ലിമെന്റ് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ചെയ്തേ 1010101. 10101. വൺസ് 0101010. ടൂസ് 0101011. 0 0101011 അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0000000. 6 സീറോയും ഒരു 1. വൺസ് കോംപ്ലിമെന്റ് 6 1ഉം ഒരു 0യും പിന്നെ 7 1കൾ. Next, represent plus 51 and minus 51 in one's complement and two's complement. Represent plus 51 and minus 51 in one's complement and two's complement form. പോസിറ്റീവ് 51ഉം നെഗറ്റീവ് 51ന്റെയും ഇത് കണ്ടുപിടിക്കണോ വൺസും ടൂസും? അതെ.
അയ്യോ ഇതാകെ തെറ്റിപ്പോയി. തെറ്റിപ്പോയോ? എന്ത് എന്ത് പറ്റി? ചെയ്യാ? അത് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, അത് വൺസ് എടുത്തത് മാറിപ്പോയി ചെറുതായിട്ട്. ഓക്കെ ഓക്കെ. ആ റിപ്പീറ്റ് ചെയ്തേ പെട്ടെന്ന്. ആ 51ന്റെ വൺസ് 1100 1100 ആ മൈനസ് 51ന്റെ 0100 1100. തെറ്റിപ്പോയല്ലോ. 110011 അത് പ്ലസ് 51. ആ അപ്പൊ ഫസ്റ്റ് 01 ആക്കണം. അപ്പൊ മൈനസ് 51ന്റേത് 1011 0011. അതിന്റെ വൺസ് 01 അതിന്റെ 001. വൺസ് അത് കറക്റ്റ്. ഉം. ഓക്കെ അല്ലേ? ടൂസ് എടുത്തില്ലേ? ഇല്ല, ടൂസ് എടുക്കാൻ പോകുന്നു. ഉം. ആ 11001101. ഉം. പിന്നെ 01001101. Next one represents the following decimal numbers in signed 2's complement. 8-bit numbers, that is plus 43 minus 90. ഇത് പെട്ടെന്ന് അങ്ങ് same ചെയ്തോ. തന്നെ. ആ സൈൻഡും കൂടെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഏ? അല്ല, സൈൻഡും കൂടെ ചെയ്യണം. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് എടുക്കണം. ആ ഡൗട്ട് ഇല്ലല്ലോ ഇതിനകത്ത് ചെയ്യാൻ? ഇല്ല ഇല്ല. ഉം. വെയിറ്റ് ചെയ്തോ. ആ ചെയ്തു. 4 plus 43യുടെ വൺസ് 1101 0100. ആ ടൂസ് 11010101. ക്ലിയർ ആയില്ലേ? ആ അടുത്തത് obtain the ones and twos complement of the following binary numbers. 1010 101. ഉം. 2 0111 000. ഏതെങ്കിലും
ഒരെണ്ണം ചെയ്താൽ മതി. ആ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതിയെടുക്കാവോ? ബാലൻസ് നാളെ ഒന്ന് ചെയ്തിട്ട് വന്നാൽ മതി. ഓക്കെ. Obtain the ones and twos complement of the following binary numbers. Of the following binary numbers. First one 1010 101. Second 0111 000. Third 000 0001. Okay. Fourth 10001. 001. Fifth 00. എല്ലാ 0 അല്ലേ? ഓക്കെ. ഇതൊന്ന് ചെയ്തോളത്തില്ലേ? ഞാൻ ഇപ്പൊ ചെയ്യണ്ടല്ലോ. നാളേക്ക് ചെയ്യാം. ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് അങ്ങ് എഴുതിയെടുത്തോ. ചെയ്യാനുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 0.513 0.513 10 to octal ആണ്. ക്വസ്റ്റ്യൻ എഴുതില്ലേ? 36.25 10 to octal. 36.25 10 to octal. Next 378.93 10 to octal. അടുത്ത 45510 10 to octal. Three questions on എഴുതിക്കോ. 250.55 10 250.5 കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. 50.55 10 to 16 ആണ്. നെക്സ്റ്റ് ആ 4 ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഓക്കെ. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് വൺ ഫോർത്ത് എഴുതിയില്ലേ? 15.75 16ലേക്ക് കൺവേർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ BCD നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അതായത് ബൈനറി കോഡ് ഡെസിമൽ അതിലേക്കുള്ള കൺവേർഷൻ മെത്തേഡാണ് കേട്ടോ. ഓക്കെ. ഈ BCD സിസ്റ്റത്തിൽ നമുക്ക് ആകെ 10 കോഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. ഓക്കെ. അതിലെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 8421 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് BCD അല്ലേ? അപ്പൊ ഇവിടെ ഈ BCD മീൻ ചെയ്യുന്ന എന്തിനാ? ഈച്ച് ഡെസിമൽ ഡിജിറ്റ് 0 തൊട്ട് 9 വരെയാണ് അല്ലേ? അപ്പൊ ഈ സാധാരണ നമ്മൾ ഈ ബൈനറി കോഡ് റെപ്രസെന്റേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹെക്സാഡെസിമലിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ 0 അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ടെന്ന് പറയില്ലേ നമ്മള്. അതുപോലെ 8421 എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബൈനറി വെയിറ്റ് ഓഫ് ദ എന്താണ് 4 ബിറ്റ്സ് ആണ്. ഇപ്പൊ നമ്മള് 2 കോംപ്ലിമെന്റ് എന്നൊക്കെ പറയില്ലേ, 2^3 2^2 2^1 അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഡെസിമൽ ഡിജിറ്റ് എടുത്താൽ 0 തൊട്ട് 9 വരെയാണ് ഡെസിമൽ ഡിജിറ്റ്. ഇതിന്റെ ബൈനറി കോഡ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 0യുടെ 0000, 1ന്റെ 0001, 2 0010, 3 0011 അങ്ങനെ. മനസ്സിലായില്ലേ? ഇതിപ്പോ ഹെക്സാഡെസിമൽ ഇതുപോലെ തന്നെയല്ലേ? അതെ. ദെൻ
ഇൻവാലിഡ് കോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് 4 ബിറ്റ് നമ്മൾ എടുക്കുക. അപ്പൊ ഒരു 16 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. വിത്ത് 4 ബിറ്റ്സ് 16 നമ്പേഴ്സ് ആണ്. അപ്പൊ ഏകദേശം 0000 തൊട്ട് 1111 ആയിരിക്കുമല്ലോ റെപ്രസെന്റേഷനിൽ വരുന്നത്. അപ്പൊ 8421 ഇപ്പൊ നമ്മൾ കണ്ടില്ല കോഡില്. അതിലെല്ലാം ഓൺലി 10 ഓഫ് ദീസ് ആർ യൂസ്ഡ് അല്ലെ. നമ്മളെല്ലാം 4 ബിറ്റ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് സിംഗിൾ ഡിജിറ്റ്സിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് 4 ബിറ്റ് വെച്ചിട്ടായിരിക്കും. കോമ്പിനേഷൻ അതെ. അതായത് 6 ബിറ്റ് കോഡ് എന്ന് പറയുന്നത് 6 കോഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോട്ട് യൂസ്ഡ് എന്ന് നമുക്ക് പറയാം. അതായത് 1010 1011 1100 1101 അങ്ങനെ. ഓക്കെ. ഇപ്പൊ express any decimal number in BCD, simply replace each decimal digit with the appropriate 4-bit code. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് തന്നേക്കോ 310 അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 0011 അല്ലേ. ഇപ്പൊ 9.2 എടുക്കുവാണെങ്കിലോ 9-ന്റേത് 1001 അല്ലെ, 2-ന്റേത് 0010. ക്ലിയർ ആയില്ലേ? ഓരോന്നും ഇൻഡിവിജ്വൽ 4 ബിറ്റ് വെച്ചിട്ട് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയോ. കൺവേർട്ട് ബൈനറി കോഡ് ഡെസിമൽ ടു ഡെസിമൽ ആണ്. 00 BCD-നെ ഡെസിമൽ ആക്കാണ്. ഡെസിമലിലേക്ക് വേണം. 00 01 10 0 0 0 110 0 0 0 0 രണ്ടാമത്തെ പേജ് 0.0111 0.0111 പെട്ടെന്ന് ഫൈൻഡ് ചെയ്തേ. മറ്റേത് 31. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള അഡീഷൻ ഓഫ് ബൈനറി നമ്പേഴ്സ് ആണ് കേട്ടോ. ഇത് സിമ്പിൾ ആണ്. നമ്മളിപ്പം ഇത് ഓർഗൻ ABSC ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഓർഗന്റെ ആഡന്റ് സമ്മ ക്യാരിയർ ഇത്രയാണ് നമ്മൾ ഇതിന്റെ പാർട്ടായിട്ട് പറയുന്നത്. ഇപ്പൊ എയും ബിയും കൂടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ സം ചെയ്യുവാണെന്ന് വിചാരിക്കുക. അതിന്റെ ക്യാരിയറും അതുപോലെ സം എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. 0 ആണെങ്കിൽ 0 ആയിരിക്കും സമ്മ. ക്യാരിയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0യും 1ഉം ആണെങ്കിൽ 1 ആയിരിക്കും. ആഡ് ചെയ്യുമല്ലേ, അപ്പം 0യും 1ഉം കൂടി ചേർന്ന ഒരു 1 വന്ന 1 കേട്ടോ. പിന്നെ 0 അതിന്റെ ക്യാരിയർ 0. പിന്നെ 10 ആണെങ്കിൽ 1 then C0. ഓക്കെ. പിന്നെ 11 ആണെങ്കിൽ 1ഉം 1ഉം കൂടെ നമ്മൾ പറയുമ്പോൾ 0 then C1. വേറായാലോ? ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒരു അഡീഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ആഡ് 10 അതായത് 10 ബേസ് 10 10 ബേസ് 10 പ്ലസ് 11 ബേസ് 10 ഇൻ ബൈനറി. ആഡ് 10 ബേസ് 10 പ്ലസ് 11 ബേസ് 10 ഇൻ ബൈനറി. അപ്പൊ ഇൻ ബൈനറി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാല്ലേ? ഫസ്റ്റ് നമ്മൾ അവിടെ 10ന്റെയും 11ന്റെയും ബൈനറി ഫൈൻഡ് ചെയ്തിട്ട് അതിനെ തമ്മിൽ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ.
7ന്റെ ബൈനറി 10011 അല്ലേ? ഇതിന്റെയാണ് 11ന്റെ 7ന്റെ 101. 10011 അല്ലേ? 10011. അതെ. കാരണം ഫസ്റ്റ് 11 അല്ലേ, 11 5 ടൈംസ്, അപ്പൊ 5 into 2 10, റിമൈൻഡർ 1, 2 into 2 4, റിമൈൻഡർ 1, 1 into 2 2, റിമൈൻഡർ 0 അല്ലേ? അപ്പൊ ഈ 1011 എടാ 1 into 2 അല്ലേ, ഈ 1 into 2 അല്ലേ 2 വരുന്നേ ലാസ്റ്റ് ഈ പോർഷൻ. ഇത് അപ്പൊ 1ഉം 0ഉം ഈ കൂട്ടണ്ടേ? ഈ 1 എടുക്കും, ഈ 1ഉം എടുക്കുമല്ലോ. 10നും അങ്ങനെയല്ലേ എടുത്തേ, 10 ഇങ്ങനെയല്ലേ എടുത്തേ. 1010 എന്നല്ലേ എടുത്തേ. ഇവിടെ 2 2s are 4 അല്ലേ, അപ്പൊ റിമൈൻഡർ 1 വരില്ലേ? റിമൈൻഡർ 1 ഉണ്ടല്ലോ, ആ 1 അല്ലേ ഈ എഴുതിയേക്കുന്നേ. ഇത് ഓക്കെ. ഓക്കെ ഓക്കെ. കിട്ടി. ഓക്കെ. 1010. സബ്ട്രാക്ഷനില് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ മെത്തേഡ് ഇപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെ കേട്ടോ. ഇനി ബൈനറി സബ്ട്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 കേസസ് ആണ് ഇതിനകത്ത് പറയുക. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈൻവെന്റ്, സബ്ട്രാക്ടന്റ്, ഡിഫറൻസ്, ബോറോ എന്നാണ് നമ്മൾ പറയുക, ബോറോവേഴ്സ്. ഇതില് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ മെത്തേഡിൽ 11011 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സബ്ട്രാക്ഷൻ ചെയ്യേണ്ട നമ്പർ. 11011ഉം 10101 ഇതുണ്ടോ. ഓക്കെ. ഏത് കണ്ടല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. 1ന്ന് 1 പോയ 0, 0ന്ന് 1ന്ന് 0 പോയ 1, 0ന്ന് 1 പോയ 1, 1ന്ന് 0 പോയ 0, then 1ന്ന് 1 പോയ 0, ഇങ്ങനെ എടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ബൈനറിയുടെ കറസ്പോണ്ടിങ് എന്താണ് നമ്പർ എടുക്കാം. അതായത് നമ്മൾ സാധാരണ ഡെസിമൽ നമ്പർ എടുത്തിട്ട് ആ നമ്പറിനെയും ഇതിന്റെ കറസ്പോണ്ടിങ് നമ്പറിനെയും എടുത്തിട്ട് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. കണ്ടോ? അല്ല, ഇപ്പൊ ഇതിനിപ്പോ ഡെസിമൽ ആക്കുമ്പളേ ഇത് എങ്ങനെ 4 ബിറ്റ് ആക്കിയിട്ടാണോ ആക്കണ്ടേ? ഇതിൽ നമുക്ക് 3 ബിറ്റില് ചെയ്യാം, അല്ലെ 4 ബിറ്റില് ചെയ്യാം. 3 ബിറ്റാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാതിരിക്കും എളുപ്പം, കാരണം ഇവിടെ നമുക്ക് 5 ബിറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പൊ 1 0 കൂടി ചേർത്തിട്ട് എന്താക്കാം, 011ഉം 011. 011 011 എന്നിട്ട് അതിനെ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് ആ നമ്പറിന്റെ ബൈനറി എടുക്കും. മനസ്സിലായോ? അതാണ് കുറച്ചുകൂടെ സിമ്പിൾ എന്ന് തോന്നുന്നു. ഇത് മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്തിട്ട് പോരാ കേട്ടോ. സബ്ട്രാക്ട് ഇത് സബ്ട്രാക്ട് 10101 101 from 11011. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നമ്മൾ ഹോംവർക്ക് ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ.
00110. ആ